നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിയെ പറ്റിയാണ്. നമ്മളിപ്പോൾ കുറച്ചു നാളായി കാർട്ടൂൺ വീഡിയോസ് ചെയ്തിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ ഹൊറർ ചാനലിന്റെ തിരക്കിലായിരുന്നു. നമ്മുടെ ഹൊറർ ചാനൽ കാണാത്തവർ എന്തായാലും കാണുക. നാളെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. ഇനി നമുക്ക് കൊച്ചു ടി വിയിലേക്ക് തിരിച്ചു വരാം. നമുക്കറിയാം, കൊച്ചു ടി വിയിൽ 8 വർഷത്തിന് ശേഷം ഗ്ലോറിയസ് ഹൗസ് തിരിച്ചു വന്നതാണ്. അതായത് 2024 ഏപ്രിലാണ് വന്നത്. അന്ന് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. പിന്നീട് തുടർച്ചയായി ഗ്ലോറിയസ് ഹൗസ് ഉണ്ടായിരുന്നു, ഏകദേശം 1 കൊല്ലത്തിന് മേലെ. ഇപ്പോൾ ഡിസംബറാണ്. കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1 കൊല്ലവും 6 മാസവും ഉണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടില്ല. നവംബറിൽ ഉണ്ടായിട്ടേ ഇല്ല. മഹാഗണേശ എന്നൊരു പുതിയ കാർട്ടൂൺ വന്നു. എന്നാൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കൊച്ചു ടി വിയിൽ നിലവിൽ ഗ്ലോറിയസ് ഹൗസ് പഴയ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെയും കൂടി കണ്ടതേ ഉള്ളൂ. വെളുപ്പിന് 6:30 എണീറ്റാലും നിങ്ങൾക്ക് ഇത് കാണാം. രാത്രി 11 മണിക്ക് വെച്ചാലും കാണാം. എന്തുകൊണ്ട് 1 മാസം കണ്ടില്ലെന്ന് ചോദിച്ചാൽ അതിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തേത്, പുതിയൊരു കാർട്ടൂൺ വരുന്നത് കൊണ്ട് ടൈമിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ടെമ്പററി ആയി ടെലികാസ്റ്റിംഗ് നിർത്തിയതായിരിക്കാം. മറ്റൊരു ചാൻസ് ഉള്ളത്, ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ കാർട്ടൂൺ ചാനൽസ് ഓരോ കാർട്ടൂൺസിന്റെയും റൈറ്റ്സ് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത് 1-2 വർഷത്തേക്കാണ്. അപ്പോൾ റൈറ്റ്സ് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. റൈറ്റ്സ് പുതുക്കാനെടുത്ത ടൈം ആയിരിക്കാം. എന്തു തന്നെയായാലും നിലവിൽ കൊച്ചു ടി വിയിൽ നമ്മുടെ ഗ്ലോറിയസ് ഹൗസ് ഉണ്ട്. ജാക്കി ചാൻ, ലിറ്റിൽ കൃഷ്ണ, ഗ്ലോറിയസ് ഹൗസ്, ഡോറ, ഇതൊക്കെയാണ് കൊച്ചു ടി വിയിൽ നിലവിലുള്ള നമ്മുടെ പഴയ കാർട്ടൂണുകൾ. ഇതുപോലെ ലിനിയുടെ പുതിയ വെർഷൻ കൊച്ചു ടി വിയിൽ ഇനിയും ഈ പഴയ കാർട്ടൂണുകൾ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരിക്കലും വരില്ല എന്ന് പലരും കരുതിയിരിക്കുമ്പോഴാണ് 8 വർഷത്തിന് ശേഷം ഗ്ലോറിയസ് ഹൗസ് വന്നത്. അത് ഏപ്രിൽ ടൈമിലാണ്. വെക്കേഷൻ ടൈമിൽ കൊച്ചു ടി വിയിൽ എന്തായാലും പുതിയൊരു കാർട്ടൂൺ വരാറുണ്ട്. കഴിഞ്ഞ തവണയാണ് അവർ ആദ്യമായി ഒരു പഴയ കാർട്ടൂൺ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് നോക്കിയത്. ഓഡിയൻസ് ഉണ്ടെന്ന് മനസ്സിലായാൽ അവർ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് 99% ചാൻസ്. അപ്പോൾ എന്തായാലും ഏപ്രിൽ ടൈമിൽ ഒരു പഴയ കാർട്ടൂൺ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് പവർ ഹീറോസ് ആയിരിക്കാം, ഡ്രാഗൺ ബൂസ്റ്റർ ആയിരിക്കാം, ദോസ്ത് ബടാ ദോസ്ത് ആയിരിക്കാം, മായക്കണ്ണനായിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇടുന്ന കമന്റ്സ്, അവരുടെ ഇൻസ്റ്റഗ്രാമിലെല്ലാം നിങ്ങൾ പോയി ഇടുന്ന കമന്റ്സ്, അവരത് കാണുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മൾ കൊച്ചു ടി വിയിലെ 100 കാർട്ടൂണുകൾ, അതായത് വളരെ റയറായ പഴയ കാർട്ടൂൺസിനെ പറ്റി ഒരു ലെങ്തി വീഡിയോ ചെയ്തിരുന്നു. കൊച്ചു ടി വിയുടെ ബർത്ത്ഡേ ടൈമിൽ കൊച്ചു ടി വിയുടെ ഇൻസ്റ്റാ പേജിൽ ഒരു റീല് വന്നിരുന്നു. ആ ഒരു ക്ലിപ്പ് നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ സെയിം ഇൻട്രോ വിഷ്വൽസ് തന്നെയായിരുന്നു അതിലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് വരെ കൊച്ചു ടി വിയുടെ ഇൻസ്റ്റാ ഹാൻഡിലേഴ്സ് കാണുന്നുണ്ടാവാം. നിങ്ങൾ ഇതിലിടുന്ന കമന്റ്സും കണ്ടിട്ടുണ്ടാവാം. അവരുടെ പേജിൽ പോയി ഇടുന്ന കമന്റ്സും കാണുന്നുണ്ടാവാം. എന്തായാലും അവരത് കാണുന്നുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മാർസോപ്പിലാമിയെ പറ്റിയാണ്. ഈ മാർസോപ്പിലാമിയുടെ പുതിയൊരു സിനിമ വരുന്നു. മാർസോപ്പിലാമിയുടെ ഒരു സിനിമ പണ്ടിറങ്ങിയിട്ടുണ്ട്, പക്ഷെ നിലവിലിപ്പോൾ പുതിയൊരു സിനിമ വരുന്നുണ്ട്. ഇതുപോലെ നിക്ക് കമ്പനി മാർസോപ്പിലാമിയുടെ കാർട്ടൂൺ 3D സീരീസ് ആക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്കിഷ്ടം ആ ഒരു പഴയ 2D കാർട്ടൂൺ ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു കാർട്ടൂൺ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.